ഇന്നലെ നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു സന്തോഷ വാർത്ത തന്നെയായിരുന്നു രാധികയുടെ മകൾ ദേവികയുടെ വിവാഹം. വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് പിന്നാലെ ഇപ്പോൾ പ്രേക്ഷകർ തന്നെ ആശംസകളും അറിയിച്ച് എത്തുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ടെന്ന് പറയാം. രാധികയെ പറിച്ചു വെച്ചതുപോലെയാണ് മകൾ ദേവികയെ കാണാൻ. രാധിക പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം പ്രിയങ്കരിയായ ഗായികയായിരുന്നു. അധികം സിനിമകളൊന്നും വേണ്ടി വന്നിരുന്നില്ല രാധിക എന്ന ഗായികയെക്കുറിച്ച് പ്രേക്ഷകർക്ക് ഓർത്തിരിക്കാൻ. എപ്പോഴും രാധികയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടായിരുന്നു. മരിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും രാധിക എന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ടെന്ന് ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. ഇപ്പോൾ രാധികയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നടത്തിയ സുജാതയുടെ ഒരു കുറിപ്പും സുജാത പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അച്ഛൻ്റെ കൈപിടിച്ച് മകൾ എത്തിയ ചിത്രങ്ങളാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായത്. മഞ്ഞ പട്ടുസാരി അണിഞ്ഞ ദേവികയുടെ മുഖത്ത് സൂര്യ തേജസ് തന്നെയായിരുന്നു. അച്ഛനോടൊപ്പം തോളോട് തോൾ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദേവികയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ദേവികയ്ക്ക് അമ്മയെ ഈ ദിവസം വല്ലാതെ മിസ് ചെയ്തിട്ടുണ്ടാകും. അമ്മയുണ്ടായിരുന്നെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. എന്തായാലും അത് കിട്ടിയില്ല. അമ്മയുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ. അമ്മയുടെ സ്ഥാനം ആർക്കും നൽകാനാകില്ല. എന്നിരുന്നാലും അമ്മയുടെ സ്ഥാനം ഗംഭീരമായി ഇന്നലെ ഓടി നടന്ന് കൈകാര്യം ചെയ്തത് ഗായിക സുജാത തന്നെയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 20-ന് തൻ്റെ 45-ാം വയസ്സിലായിരുന്നു അർബുദത്തെ തുടർന്ന് രാധിക തിലകിൻ്റെ മരണം സംഭവിച്ചത്. പിന്നീട് ഏകമകൾ ദേവികയും സംഗീതത്തിൻ്റെ വഴിയെ തന്നെ വന്നിരുന്നു. രാധികയുടെ പിന്നാലെ തന്നെ ദേവിക വന്നപ്പോൾ പ്രേക്ഷകരും ആ വാർത്തകൾ ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ അതീവ സുന്ദരിയായി തൻ്റെ വിവാഹപ്പുടവ മാറിയതിനു ശേഷമുള്ള ബാക്കി ചടങ്ങുകൾ കൊടുത്തിരുന്ന മഞ്ഞ സാരിയിൽ തിളങ്ങി നിൽക്കുന്ന ദേവികയുടെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അതീവ സുന്ദരി എന്ന് പറയാം. ഒറ്റ നോട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ രാധിക തന്നെ എന്ന് തോന്നും. പണ്ട് കാലങ്ങളിൽ സ്റ്റേജ് ഷോകളിലും അല്ലാതെയുമൊക്കെ ചിരിച്ച് കളിച്ചു നിന്ന രാധികയെ ഓർമ്മ വരും. അതേ ചിരിയാണ് മകൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുങ്ങി പട്ടുസാരിയിൽ മുടിയഴിച്ച് ശാലീന സുന്ദരിയായി എത്തിയപ്പോൾ കൂടുതൽ രാധികയെപ്പോലെ തോന്നുന്നു ദേവിക എന്ന് പ്രേക്ഷകർ തന്നെ കമൻറ്റ് ചെയ്യുന്നു. അമ്മയെപ്പോലെ തന്നെയാണ് മകളെന്നും എല്ലാ കാര്യങ്ങൾക്കും അമ്മയെ തന്നെയാണ് ആദ്യം ഓർമ്മ വരിക എന്നൊക്കെ ഈ ഇടയ്ക്ക് കൂടി ദേവിക വെളിപ്പെടുത്തിയിരുന്നു. ഒരുപിടി ഹൃദയഹാരിയായ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയായ രാധിക 2015-ൽ മരണമടഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു വേദനയായി മാറിയിരുന്നു. അരുണകിരണം, ദീപം, ദേവസംഗീതം, മായാമഞ്ചലിൽ, കൈതപ്പൂമണം, തിരുവാതിര തിരനോക്കിയ, നിന്റെ കണ്ണിൽ, എൻ്റെ ഉള്ളുടുക്കും കൊട്ടി, തകിലുപുകില്, മനസ്സിൽ മിഥുനമഴ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് തുടങ്ങിയ 70-ലെ സിനിമാ ഗാനങ്ങൾ രാധിക ആലപിച്ചിട്ടുണ്ട്. ഈ ഗാനങ്ങളിലൊക്കെ തന്നെയും ഗാനാലാപനത്തിലൂടെ മാധുര്യത്തോടെ തന്നെ പ്രേക്ഷകർക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ രാധികയുടെ ശബ്ദമുണ്ട്. ആ ശബ്ദത്തിലൂടെ തന്നെ പ്രേക്ഷകർ ഇപ്പോഴും രാധികയെക്കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും രാധികയെക്കുറിച്ച് മറക്കാനുമാകില്ല. മകൾ ദേവിക കൂടി പാട്ടിൻ്റെ വഴിയെ എത്തിയപ്പോൾ രാധികയുടെ സ്വരം എവിടെയൊക്കെയോ മകൾക്കും ലഭിച്ചിട്ടുണ്ടെന്ന് പ്രേക്ഷകർ പറയാറുണ്ട്. ആ മാധുര്യം മകളെയും വിട്ടു പോയിട്ടില്ല, മകളോടൊപ്പം ഉണ്ട് എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.